Dear students, welcome to another English class. In this class, we have to discuss the answers of the model question paper of +1. +1 ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആൻസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മോഡലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും. Question number, let us start our question. The first question number 1 to 8. Answer any 4 questions. Each carries 1 score. 1 മുതൽ 8 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞത്. ഓരോന്നിനും ഓരോ മാർക്കാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഒരു പാസേജ് ഇവിടെ തന്നിട്ടുണ്ട്, ആ പാസേജ് വായിച്ച് നോക്കിയിട്ട് അതിന് താഴെയുള്ള ക്വസ്റ്റ്യന് മറുപടി കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യം പാസേജ് ഒന്ന് വായിക്കാം. ദ ഗാർലാൻഡ്സ് വിതർ ഓൺ യുവർ ബ്രോ, ദെൻ ബോസ്റ്റ് ഓൺ മോർ യുവർ മൈറ്റി ഡീഡ്സ് upon this purple altar now, see how the victim bleeds. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് ഏതൊരു പോയത്തത്തെ ലൈൻസ് ആണെന്നുള്ളത്. കാരണം അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നോക്കിയാൽ അറിയാൻ പറ്റും പോയം ലൈൻസ് ആണെന്നുള്ളത്, അല്ലേ? ഈ പോയം ലൈൻസ് ഏതിൽ നിന്ന് എടുത്തിരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? പോയം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, കാരണം ഡെത്ത് എന്നൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളൊരു പാഠം ഒരേ ഒരു പാഠമുള്ള ഡെത്തുമായി റിലേറ്റ് ചെയ്തിട്ട്, അല്ലേ? അപ്പോൾ റൈറ്റ് ദ നെയിം ഓഫ് ദ പോയം ഫ്രം വിച്ച് ദീസ് ലൈൻസ് ആർ ടേക്കൺ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. ഏതാ പോയം? ഡെത്ത് ദ ലെവലർ. ഓക്കെ, മനസ്സിലായല്ലോ? രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പോയമാണത്, ഡെത്ത് ദ ലെവലർ എന്നുള്ളത്. നെയിം ദ പോയറ്റ്. ഹൂ ഈസ് ദ റൈറ്റർ അല്ലെങ്കിൽ ഹൂ ഈസ് ദ പോയറ്റ് ഓഫ് ദാറ്റ് പോയം? ആരാ പോയം എഴുതിയിരിക്കുന്നത്? ജെയിംസ് ഷേർലി. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഡെത്ത് പർപ്പിൾ ആൾട്ടർ റെഫർ ടു? ഡെത്തിൻ്റെ പർപ്പിൾ ആൾട്ടർ റെഫർ ടു എന്തിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നത്. മരണത്തിൻ്റെ പർപ്പിളായിട്ടുള്ള കളർ അൾത്താര എന്നാണ് ഉദ്ദേശിക്കുന്നത്. അൾത്താര, മരണത്തിൻ്റെ ആ പർപ്പിൾ കളറുള്ള അൾത്താര എന്ന് ഉദ്ദേശിക്കുന്നുണ്ടാണ്. ഡെത്ത് ഇറ്റ് സെൽഫ് എ ബോർഡ്, അതായത് മരണത്തെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ എൻഡ് ഓഫ് അവർ ലൈഫ്, അതല്ലെങ്കിൽ എബോർഡ് ഓഫ് ഡെത്ത്, അതല്ലെങ്കിൽ ഓൾ ദ ഡെത്ത് ഈസ് ഇനെവിറ്റബിൾ. നമുക്ക് മരണം എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇവിടെ ചിലപ്പം എക്സാമിന് ചോദിക്കാം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഏതാണെന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റാണ്. കാരണം ഡെത്തിൻ്റെ പർപ്പിൾ കളർ നമ്മൾ ആ ബ്ലഡിനെയാണ് ഉദ്ദേശിക്കുന്നത്, ബ്ലഡ് പർപ്പിൾ കളറാകുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇറ്റ് റെഫേഴ്സ് ടു ബാറ്റിൽ ഗ്രൗണ്ട്. കഴിഞ്ഞിട്ടില്ല ക്വസ്റ്റ്യൻ. ഇറ്റ് റെഫേഴ്സ് ടു ദ ബാറ്റിൽ ഗ്രൗണ്ട് വിത്ത് ഇറ്റ്സ് ബ്ലഡ് ഷെഡ്. ആസ് എ റിസൾട്ട് ഇറ്റ് ടേൺ ടു പർപ്പിൾ കളർ. മനസ്സിലായല്ലോ? ഒരു ബാറ്റിൽ ഗ്രൗണ്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ബ്ലഡ് ഷെഡ് ഉണ്ടാവും, ചൊറിച്ചിലുണ്ടാകും. അങ്ങനെ രക്തം വാർന്നൊലിക്കുമ്പോൾ കുറേ സമയം കഴിഞ്ഞാൽ ആ ബ്ലഡ് ഈസ് ചേഞ്ച്ഡ് ഇൻ ടു പർപ്പിൾ കളർ. അതാണ് അതിൻ്റെ ആൻസർ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ 1 ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദീസ് ലൈൻസ്. ഏതിലാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് കണ്ടുപിടിക്കാൻ പഠിക്കേണ്ടത്? സീ ഹൗ ദ വിക്ടിം ബ്ലീഡ്സ്. ലാസ്റ്റ് ലൈനിലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഓക്സിമോറോൺ ആണ്. ഓക്സിമോറോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് വരുന്ന ഒരേ ലൈനിൽ ഓപ്പോസിറ്റ് കോൺസെപ്റ്റ് വരുന്ന വേർഡ്സ്. ഉദാഹരണത്തിന് വിക്ടർ എന്ന് പറഞ്ഞാൽ സക്സസ് ആവുന്നത്, വിക്ടിം എന്ന് പറഞ്ഞാൽ അവിടെ ഇരയാവുന്നത്. വിജയി, പരാജയപ്പെടുന്ന ആൾ എന്നർത്ഥം. ഇതാണ് ഓക്സിമോറോൺ. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ലവിങ് ഹെയ്റ്റ് എന്ന് പറയുന്നത്. ലവ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ ഹെയ്റ്റ്. രണ്ടും ഒരേ ലൈനിൽ വരികയാണെങ്കിൽ നമുക്കതെന്താക്കി മാറ്റാം? ഓക്സിമോറോൺ ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയാം. വിക്ടർ നെവർ ബ്ലീഡ്സ്, ഓൺലി ദ വിക്ടിം ബ്ലീഡ്സ്. ഹിയർ വിക്ടർ ബ്ലീഡ്സ്. ഓക്സിമോറോൺ എന്ന് പറഞ്ഞാൽ ഇസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് അപ്പിയറൻ്റ്ലി കോൺട്രഡിക്ടറി ടേം അപ്പിയർ ഇൻ കൺജങ്ഷൻ. ഹിയർ വിക്ടർ വിച്ച് മീൻസ് ഹൂ വിൻസ് ദ ചാലഞ്ചസ് ഇൻ ലൈഫ് ആൻഡ് വിക്ടിം ഈസ് വൺ ഹൂ ലോസസ് ഇൻ ലൈഫ്. ഹെൻസ് ഇറ്റ് ഈസ് ഓക്സിമോറോൺ. മനസ്സിലായല്ലോ? ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദ പോയം മെറ്റഫർ ആണ്. കോൾ സേസ് ദാറ്റ്, ആദ്യത്തെ ലൈൻ, ദ ഗാർലാൻഡ്സ് വിതർ ഓൺ യുവർ ബ്രോ, ദെൻ ബോസ്റ്റ് നോ മോർ യുവർ മൈറ്റി ഡീഡ്സ് എന്ന് പറയുന്നത് മെറ്റഫർ. റിക്കോൾസ് യു ജസ്റ്റ് ആർ മോർട്ടൽ, സോ ബോസ്റ്റ് നോ അബൌട്ട് യുവർ കേപ്പബിലിറ്റീസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. നമ്മളുടെ നേട്ടങ്ങളെക്കുറിച്ചോ അതിനൊന്നും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. കാരണം അതൊക്കെ ജസ്റ്റ് ലൈക്ക് ഇതുപോലെയെന്ന് പറയുന്നത് ഒരു ബോസ്റ്റിംഗ് ആയിട്ട് മാത്രമേ കണക്കാൻ പറ്റുള്ളൂ. ഇറ്റ് മസ്റ്റ് ബി മോർട്ടൽ, അത് നശ്വരമാണ്. മനസ്സിലായോ? ഇനി അടുത്തത്, റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. ഒരു പാസേജ് വായിക്കാം, അതിൻ്റെ ആൻസർ ചെയ്യാൻ. ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ് that this astonishingly vital man, full of self-confidence
and an unusual kind of power, standing for equality and freedom for each individual, fascinated the masses of India, attracted them like a magnet. ഈ ഒരു സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു പ്രത്യേക മനുഷ്യനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ആ മനുഷ്യൻ ആരാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഒരുപാട് പേഴ്സണാലിറ്റിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഫ്രീഡത്തിന് വേണ്ടി നിന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അതാരാണ്? ഗാന്ധിജിയാണ് അല്ലേ. അപ്പോൾ അതാണ് ഹു ഈസ് ദ മാൻ മെൻഷൻഡ് ഇൻ ദിസ് പാസേജ്. ഇതിൽ ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്? മഹാത്മാഗാന്ധി. ഓക്കെ. വാട്ട് കൈൻഡ് ഓഫ് അൺയൂഷ്വൽ പവർ ഡസ് ഹി ഹാൻഡ്? അദ്ദേഹത്തിന് എന്ത് അമാനുഷികമായിട്ടുള്ള പവറാണ് അദ്ദേഹത്തിനുള്ളത്? ദ പവർ ടു അട്രാക്റ്റ് ഓൾ കൈൻഡ്സ് ഓഫ് പീപ്പിൾ ടുവാർഡ്സ് ഹിം. എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കാനുള്ള പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ്, എക്സംപ്ലറി ലീഡർഷിപ്പ്, മച്ച് ഇൻഫ്ലുവൻസ്ഡ് ഇന്ത്യൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ലീഡർഷിപ്പും അതുപോലെ കോൺഫിഡൻസും കൂടാതെ എല്ലാവരെയും മാതൃകയാക്കാനുള്ള പ്രത്യേക കഴിവും എന്താണ് ശരിക്കും ഇന്ത്യൻ ജനങ്ങളെ മുഴുവൻ ആകർഷിച്ചിട്ട് നോട്ട് ഓൺലി ഫോളോവേഴ്സ് ബട്ട് ഓൾസോ ദ ഒപ്പോണൻസ് അങ്ങനെ കൂടെ അവർ പറയുന്നുണ്ട്. കാരണം ഗാന്ധിജി എങ്ങനെയാണ് നിൽക്കുന്നത്? മൈറ്റ് ബി എ ന്യൂട്രലായിട്ടാണ് ഗാന്ധിജി അവിടെ നിലകൊള്ളുന്നത്. മനസ്സിലായല്ലോ. ഇനി 7th ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ എബവ് ലൈൻ വിച്ച് മീൻസ് ഫുൾ ഓഫ് എനർജി. ഫുൾ ഓഫ് എനർജി എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ മീനിങ് വരുന്നൊരു വാക്ക് അതിനകത്തുണ്ട്. വൈറ്റൽ എന്നാണ് അതിൻ്റെ അർത്ഥം. വൈറ്റൽ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് എനർജി, ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ അർത്ഥം. ഇനി ഫ്രം വിച്ച് ലെസൺ ഈസ് ദിസ് പാസേജ്? ഗാന്ധി കെയിം ബൈ ജവഹർലാൽ നെഹ്റു. ഹു ഈസ് ദ ഓതർ? ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഈ ഗാന്ധി കെയിം എന്നുള്ളത് പാസേജ് എടുത്തിരിക്കുന്നത്? അത് നമുക്കറിയാൻ പറ്റും. ഗാന്ധിക്ക് ഏതാ ലെസൺ? ദെൻ ഗാന്ധി കെയിം എന്നുള്ളതാണ് ആൻഡ് റിട്ടൺ ബൈ ജവഹർലാൽ നെഹ്റു. അറിയാലോ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗാന്ധി കെയിം എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് ആ പാസേജ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ 1 to 8 വരെയുള്ളത് ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓരോ മാർക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നോക്കുക ക്വസ്റ്റ്യൻ 9 to 12. ആൻസർ എനി 2 in about 30 words. ഈച്ച് ക്യാരീസ് 2 scores. അതായത് 9 മുതൽ 12 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. അവിടെ മാർക്ക് എത്രയാണ്? 2 മാർക്കാണ് കിട്ടുന്നത്. 2 മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 സെൻറ്റൻസ് ആക്കി എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇമാജിൻ ദ വേർഡ്സ് ദാറ്റ് ദ മദർ ഓഫ് ദ യങ് സീഗൾ കുഡ് യൂസ് ടു മോട്ടിവേറ്റ് ഹിം ടു ഫ്ലൈ. അവിടെ നമ്മൾ യങ് സീഗലിൻ്റെ അമ്മ യങ് സീഗലിനെ പറക്കുന്നതിന് വേണ്ടി മോട്ടിവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്സുകൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് അമ്മ യങ് സീഗലിന് നിർദ്ദേശം കൊടുക്കുന്നത്? റൈറ്റ് 2 sentences ഫോർ മദർ. അമ്മയ്ക്ക് വേണ്ടി 2 സെൻറ്റൻസ് എഴുതണം. യു മേ ബിഗിൻ ദിസ് വേ. നമുക്കിവിടെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഏത് എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്? യു ഷുഡ് റിയലി എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിക്കണം. യു ഓട്ട് ടു എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിക്കണം. അത് രണ്ടും നമ്മൾ ഒരാളോട് നിർദ്ദേശം കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യണം, അങ്ങനെ പറയണം എന്നൊക്കെ പറയുന്നതിന് ഉപയോഗിക്കുന്നതാണ്. ഇനി അതല്ലാതെ വേറൊരു എക്സ്പ്രഷനുണ്ട്, യു ഹാഡ് ബെറ്റർ ഉപയോഗിക്കാം. ഹാഡ് ബെറ്റർ ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ പറയാം. യു മസ്റ്റ് ഉപയോഗിച്ചിട്ട് പറയാം. യു മൈറ്റ് ഉപയോഗിച്ചിട്ടൊക്കെ പറയാം. ഇതൊക്കെ ഉപയോഗിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട വെർബ് ഏതായിരിക്കണം? V1 ആയിരിക്കണം. മനസ്സിലാവുണ്ടോ? ഈ ഓട്ട് ടു കഴിഞ്ഞാലും ഷുഡ് കഴിഞ്ഞാലൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട വെർബ് V1 ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കിയേ. യു ഷുഡ് ട്രസ്റ്റ് അസ്. നീ ഞങ്ങളെ വിശ്വസിക്കുക. ട്രസ്റ്റ് എന്നുള്ളത് V1 ആണ്. ആൻഡ് ട്രൈ ടു ഫ്ലൈ, എന്നിട്ട് പറക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഷുഡിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടത് റൂട്ട് വെർബാണ്. റൂട്ട് വെർബ് എന്ന് പറഞ്ഞാൽ V1. മനസ്സിലായല്ലോ. ഇനി അതുപോലെ യു ഓട്ട് ടു ജമ്പ് ആൻഡ് ഫ്ലാപ്പ് യുവർ വിങ്സ്. എന്തിനു വേണ്ടി ശ്രമിക്കാൻ? ചിറകിട്ടടിക്കാൻ, ചാടുക അല്ലെങ്കിൽ ഡൈവ് ചെയ്യുക, അതുപോലെ തന്നെ ചാടുക എന്നിട്ട് ചിറകിട്ടടിക്കാൻ. ഓട്ട് ടു പ്ലസ് റൂട്ട് വെർബ്. അതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഹാഡ് ബെറ്ററിൻ്റെ കൂടെ ആണെങ്കിലും മസ്റ്റിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും ഉപയോഗിക്കേണ്ടത് റൂട്ട് വെർബാണ്. അതായത് V1 ആണ് ഉപയോഗിക്കേണ്ടത്. അതല്ലെങ്കിൽ യു ഷുഡ് ട്രൈ യുവർ സെൽഫ്, അങ്ങനെ പറയാം. ട്രൈ ആൻഡ് ട്രൈ അല്ലേ. യു ഷുഡ് നോട്ട് വെച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോഴും നമ്മൾ V1 ഉപയോഗിക്കാൻ പാടുള്ളൂ. യു ഷുഡ് നോട്ട് ഫിയർ, എന്ത് ചെയ്യാൻ പാടില്ല? നീ പേടിക്കാൻ പാടില്ല എന്നൊക്കെ പറയില്ലേ, അതിനൊക്കെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാൻ പാടാം. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ 2 എണ്ണമാണ് എഴുതാനുള്ളത്. ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ് ഫ്രം ദ ബ്രാക്കറ്റ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെയും ബ്രാക്കറ്റ് എന്ന് എഴുതാനുള്ളതാണ്. 8 miles ഡാഷ് നോട്ട് എ ഷോർട്ട് ഡിസ്റ്റൻസ്. ഈസും ആറും തന്നിട്ടുണ്ട്. കോൺകോഡാണ് ഇവിടെ. കാരണം 8 miles അവിടെ എസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ബഹുവചനാണെന്ന്. പക്ഷേ ഇത് സിംഗുലർ ഫോമാണ്.
8 മൈൽസ് 10 റുപ്പീസ് 20 മൈൽസ് ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്കറിയാം കളക്റ്റീവ് നൗണാണ്. അത് സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ സിംഗുലർ ഫോം ഏതാണ്? ഈസാണ് വരേണ്ടത്. മനസ്സിലായല്ലോ. ഇനി അടുത്തത് സൈക്ലിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. സൈക്ലിംഗ് നല്ലൊരു എക്സസൈസാണ്. ഇറ്റ് ഹെൽപ്സ് യു സേവ് മണി. അത് നമ്മൾ പൈസ സേവ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഹൗവർ ഉപയോഗിക്കുന്നുണ്ട്, മോർ ഓവർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ സെൻറ്റൻസ് ശ്രദ്ധിക്കേണ്ടത് സൈക്ലിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞത്, മെറിറ്റാണ് പറഞ്ഞത്. രണ്ടും ഒരേ പോയിൻറ്റ്സാണ്. കാരണം സൈക്ലിങ്ങിന് അനുയോജ്യമായിട്ടുള്ള പോയിൻറ്റ്സ് പറയുമ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത് ഏതാണ്? ഒരു സംഭവത്തിൻ്റെ അഡീഷണലായിട്ട് കൂട്ടുമ്പോൾ പറയേണ്ടത് മോർ ഓവറാണ് അല്ലേ? അതിനേക്കാൾ ഉപരി, ഇൻ അഡീഷൻ ടു, ബിസൈഡ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ പോയിൻറ്റ്സ് ആഡ് ചെയ്യുമ്പോഴാണ് പറയുന്നത്. കൂടാതെ എന്നൊക്കെ ഉള്ള അർത്ഥം. ഈ 3 ഉപയോഗിക്കുന്നത് രണ്ടും ഒരേ കൺസെപ്റ്റ് വരുന്ന സമയത്താണ്. ഹവർ ആണെങ്കിൽ നേരെ തിരിച്ചാണ് ഉപയോഗിക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? APJ അബ്ദുൽ കലാം എൻജോയ്ഡ് ഇൻറ്ററാക്റ്റിംഗ് വിത്ത് സ്റ്റുഡൻസ്. APJ അബ്ദുൽ കലാമിന് ഏറ്റവും ഇഷ്ടം കുട്ടികളോട് ഇൻറ്ററാക്ട് ചെയ്യുന്നതാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ഇഫ് യു ഹാഡ് എ ചാൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻ ടു ഡോക്ടർ കലാം, വാട്ട് വുഡ് യു ആസ്ക് ഹിം? റൈറ്റ് 2 ക്വസ്റ്റ്യൻസ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ APJ അബ്ദുൽ കലാമിനോട് ചോദിക്കാൻ പറ്റിയ 2 ക്വസ്റ്റ്യൻസ്. ഹൗ ക്യാൻ വി അച്ചീവ് സക്സസ്? എങ്ങനെയാണ് നമുക്ക് സക്സസ് നേടിയെടുക്കാം? അല്ലെങ്കിൽ ഹൗ ക്യാൻ ഐ സെറ്റ് ഡെഫിനിറ്റ് ഗോൾ ഇൻ മൈ ലൈഫ്? ഹൗ ക്യാൻ ഐ ഫുൾഫിൽ മൈ ഡ്രീം? ഏത് വേണമെങ്കിലും ചോദിക്കാം. അതല്ലെങ്കിൽ ഹൗ ക്യാൻ ഓവർകം മൈ ലാക്ക് ഓഫ് കോൺഫിഡൻസ്? ഞാൻ എൻ്റെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്നെ ഓവർകം ചെയ്യാം. വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു ബി യുണീക്ക്? യുണീക്ക് ആവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം? അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ വേണമെങ്കിലും എഴുതാം. ഇവിടെ 2 ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, ചേഞ്ച് ദ ഫോളോയിങ് കോൺവെർസേഷൻ ടു റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാനാണ് ഗ്രേഡ ആൻഡ് ഡാഡി പറയുന്ന ക്വസ്റ്റ്യൻ. അതായത് നിങ്ങളുടെ ചാപ്റ്ററിലെ ഏറ്റവും ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടർ ഒരു മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് ഗ്രേഡ, അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടി, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടി. അവളുടെ ഡാഡിയോട് പറയുന്ന ഒരു കോൺവെർസേഷൻ. ഐ തോട്ട് യു കുഡ് മേക്ക് റിയൽ പീച്ചസ്. ഡാഡ് എന്താ പറഞ്ഞാൽ? നോ, യു ഹാവ് ടു ഗോ ടു ദ സ്റ്റോർ ഫോർ ദോസ്. 2 പേരും തമ്മിലുള്ള കോൺവെർസേഷനാണ്. അതിന് നമുക്ക് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റണം. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻ്റ് ആണോ ക്വസ്റ്റ്യൻ ആണോ നോക്കണം. വാട്ട് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഈസ് ദിസ്? ഗ്രേഡ, ഐ തോട്ട് യു കുഡ് മേക്ക് റിയൽ പീച്ചസ്. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്കൊന്നുമില്ല. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഗ്രേഡ പറയുന്ന കാര്യമാണ്. അപ്പോൾ അത് ഗ്രേഡ ടോൾഡ് ഹെർ ഡാഡ്, അല്ലെങ്കിൽ ഗ്രേഡ സെഡ് ഹെർ ഡാഡ് എന്ന് പറയാം. ആരോടാ പറയുന്നതെന്ന് താഴെ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ അത് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഉപയോഗിക്കേണ്ട കാര്യം ദാറ്റാണ് അല്ലേ? ദാറ്റ് ഉപയോഗിച്ചു. പിന്നെ ഇവിടെ ഐ ആണ് തന്നിട്ടുള്ളത്. ഐയിനെ നമ്മൾ ആരാണ് ഇവിടെ? ഗ്രേഡയാണ്. അത് ഷീ ആക്കി മാറ്റി. പിന്നെ തോട്ട് എന്നുള്ളത് പാസ്റ്റ് ടെൻസാണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിനെ നമ്മൾ ഏതിലേക്ക് മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. എന്ന് വെച്ചാൽ ഹാഡ് പ്ലസ് V3 ആണ് അവിടെ വരേണ്ടത്. അപ്പോൾ ഹാഡ് വന്നു, ഷീ ഹാഡ് തോട്ട്. മനസ്സിലായല്ലോ? ഇവിടെ സിമ്പിൾ പാസ്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റി. പിന്നെ യു കുഡ് മേക്ക്, യു എന്നുള്ളത് ആരാണ് ഇവിടെ? ഡാഡിയാണ്. അപ്പോൾ നമുക്കവിടെ യു എന്നുള്ളതിൻ്റെ ഇത് കൊടുക്കാം, ഹീ ആണ് കൊടുക്കേണ്ടത്. ഹീ കുഡ് മേക്ക് റിയൽ പീച്ചസ്. വേറെ ഒന്നും അവിടെ ചേഞ്ച് ചെയ്യാനില്ല. അപ്പോൾ ഇവിടെ ഇത് മാത്രമേ ചേഞ്ച് ചെയ്യാനുള്ളൂ. വളരെ സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. കാരണം പ്രൊനൗൺ ചേഞ്ച് ചെയ്യണം, അതുപോലെ തന്നെ വെർബും ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ റിപ്ലൈ എന്താണ് പറയുന്നത് നോക്കിയേ. കുഡ് മേക്ക് റിയൽ പീച്ചസ്. ഹെർ ഡാഡ് റിപ്ലൈഡ് നെഗറ്റീവ്ലി എന്നാണ് പറയുന്നത്. ഹെർ ഡാഡ് നോ എന്നായിട്ടാണ് അവിടെ റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കണം. നോ എന്ന് പറയുമ്പോൾ ഡിസഗ്രീഡ് ആണ് പറയാം, സമ്മതിച്ചില്ല എന്നുള്ള കാര്യം. ഡാഡ് ഡിസഗ്രീഡ് ദാറ്റ് എന്ന് പറയാം. അതല്ലെങ്കിൽ ഡാഡ് റിപ്ലൈഡ് നെഗറ്റീവ്ലി എന്ന് പറയാം. അല്ലെങ്കിൽ യെസ് ആണ് പറയുന്നതെങ്കിൽ എന്ന് പറയാം ഡാഡ് അഗ്രീഡ് എന്ന് പറയാം. അതല്ലെങ്കിൽ ഡാഡ് റിപ്ലൈഡ് അഫേർമേറ്റീവ്ലി എന്ന് പറയാം. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കുക. അഫേർമേറ്റീവ്ലി എന്നുള്ളതാണ് യെസ് എന്ന് പറയുകയാണെങ്കിൽ ഉപയോഗിക്കേണ്ടത്. മറ്റേത് നെഗറ്റീവ് ആയത് നോ എന്ന് പറയുകയാണെങ്കിൽ നെഗറ്റീവ്ലി എന്ന് പറയാം. ദാറ്റ് ദേ, അതായത് യു എന്നുള്ളതിന് പകരം ദേ ഉപയോഗിച്ചു. ദേ ഹാവ് ടു ഗോ ടു ദ സ്റ്റോർ ഫോർ ദോസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെ പോകേണ്ടി വരും? യു എന്നുള്ളതിന് പകരം ഷീ അല്ലേ? നമുക്കറിയാം ഷീ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. കാരണം ഗ്രേഡയോടാണ് പറയുന്നത്. ഹാവ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ഹാഡാണ്. ടു ഗോ ടു ദ സ്റ്റോർ ഫോർ ദോസ്. അപ്പോൾ വേറെ ഒന്നും ചേഞ്ച് ചെയ്യാനില്ല. ടു എന്ന് വന്നത് കാരണം അവിടെ ഗോക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഹി ഹാഡ് റിപ്ലൈഡ് നെഗറ്റീവ്ലി ആൻഡ് ആഡഡ്. കാരണം നോ എന്ന് പറഞ്ഞ് നിർത്തല്ല ചെയ്യുന്നത്, വീണ്ടും അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആൻഡ് ആഡഡ് എന്നിട്ട് ചേർത്തത് കേട്ടോ. ആഡഡ് ദാറ്റ് ദേ അല്ലെങ്കിൽ ഷീ ഹാഡ് ടു ഗോ ടു ദ സ്റ്റോർ ഫോർ ദോസ്. അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 to 20.
13 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യന് 60 വേർഡ്സിലാണ്. ഈച്ച് ക്യാരീസ് 4 സ്കോർ. 4 മാർക്കിൽ എഴുതണം. ഒന്നുകിൽ 4 സെൻറ്റൻസ് ആക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേജിൻ്റെ പകുതിയോളം എഴുതി വയ്ക്കാം. അതാണ് 4 മാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് തരുന്ന ആൻസർ ഷീറ്റിൻ്റെ പകുതിയോളം എഴുതി വയ്ക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി ഇൻ ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച് കണ്ണും പൂട്ടി പറയാൻ പറ്റുന്നതാണ്. ആലീസ്, മാർഗരറ്റ്, ക്ലിഫോർഡ്, ലവിംഗ്ലി ക്ലോൾഡ് മാഗി. അത് മാഗിയുടെ പൂർണ്ണ നെയിം പറഞ്ഞു. പിന്നെ ആ സ്റ്റോറിയിലെ റോൾ എന്താണ്, ഈസ് എ സെൻട്രൽ ക്യാരക്ടറാണ് ഇൻ ദ സ്റ്റോറി. പിന്നെ ഏത് സ്റ്റോറി, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, റിട്ടൺ ബൈ പ്രബോധ് കുമാർ മുഖോപാധ്യായ്. ഇനി നമുക്ക് പറഞ്ഞ ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെയാണ്. എത്ര വയസ്സാണ്? ഷീ ഈസ് എ ഇംഗ്ലീഷ് ഗേൾ ഓഫ് 13 or 14 years old. She is poor girl who works as a typist in the service store. She is ambitious and wants a job where her brain can be used. She had an intensive love for her brother and mother. എന്നൊക്കെ നമുക്കറിയണതാണ് ക്യാരക്ടർ. ഇനി she tried hard to bring her sick mother back to life. She even asked Mr. Gupta to tell a lie to save her mother. She is also superstitious because she believed in the story behind the crystal ring sent by her brother. അപ്പോൾ നിങ്ങൾക്കറിയാം, her love towards her brother is touching. She gave the narrator a shilling to buy flowers to place them on the grave of her brother. A shilling is a lot of money for a poor girl like her. To get that, she has to work for many days. The flowers represent the love, sacrifice and the strong bond of relationship between the sister and the brother. Her sacrifice and selfless acts bring tears to the eyes of Mr. Gupta and the readers too are moved. She is a role model of the girls of her age. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ക്യാരക്ടർ സ്കെച്ചിലാക്കി കൊടുക്കേണ്ടത്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റീഫൻ ഹോക്കിങ്സ് ലൈഫ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആർ ഗിവൺ ബിലോ. റീഡ് കെയർഫുള്ളി ആൻഡ് പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈൽ എഴുതാണ്. പ്രൊഫൈൽ എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ കൊടുക്കേണ്ടത്, ഹെഡിങ് കൊടുക്കണം. സ്റ്റീഫൻ ഹോക്കിംഗ് ദ സൂപ്പർനോവ ഓഫ് ഫിസിക്സ്. പിന്നെ അതുപോലെ ബോൺ ഡേറ്റും ഡെത്ത് ഇയറും അവിടെ കൊടുത്തിട്ടുണ്ട്. 1942 to 2018 അണ്ടർലൈൻ ചെയ്യുക. പിന്നെ വേണ്ടത്, ആദ്യം ആരെക്കുറിച്ചാണോ പ്രൊഫൈൽ തയ്യാറാക്കുന്നത് അവരെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വായിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവണം. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് ഓൾസോ നോൺ ആസ് ദ സൂപ്പർനോവ ഓഫ് വേൾഡ് ഫിസിക്സ്. അത് മനസ്സിലായല്ലോ ഇപ്പോൾ ആരാണെന്നുള്ളത്. വാസ് ബോണിൻ്റെ അപ്പുറത്തുനിന്ന് കൊടുക്കണം, വാസ് എന്ന് കൊടുക്കണം. വാസ് ബോൺ, പിന്നെ ഡേറ്റ് ആണ്. അപ്പോൾ ഡേറ്റിന് മുമ്പ് ഓൺ കൊടുക്കുക. പിന്നെ ജനുവരി, പിന്നെ അതുപോലെ ഇൻ 1942. പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്, ഹീ അറ്റൻഡഡ് ദി സെൻറ്റ് ആൽബൻ സ്കൂൾ ഇൻ വെസ്റ്റ്മിനിസ്റ്റർ. ഇവിടെ അറ്റൻഡഡ് സ്കൂൾ എഡ്യൂക്കേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹിസ് സ്കൂൾ എഡ്യൂക്കേഷൻ വാസ് എന്ന് പറഞ്ഞാലും മതി, അതല്ലെങ്കിൽ അറ്റൻഡഡ് എന്ന് പറയാം. ഹി ഗ്രാജുവേറ്റഡ് ഫ്രം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആൻഡ് ടേക്ക് ഹിസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. ഹി ചൂസ് കരിയർ അറ്റ് തിയറിറ്റിക്കൽ ഫിസിക്സ് ടു ബിക്കം എ സയൻറ്റിസ്റ്റ്, അല്ലേ, തിയറിറ്റിക്കൽ ഫിസിസിസ്റ്റ്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഈസ് എ ബുക്ക് റിട്ടൺ ബൈ സ്റ്റീഫൻ ഹോക്കിംഗ് which brought him worldwide recognition. It was book written to make science understandable to non-scientists. He had received many awards and honors during his lifetime. The Presidential Medal for Freedom in 2009, BBVA Foundation Award, Foundations of Knowledge Award in 2015 and Pride of Britain Award in 2016 are some worth mentioning. ഇനി ഇതിൽ പറയുന്ന പാസ്റ്റ് ഡേവയുടെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കറിയാം, ഹി ഡൈഡ് ഓൺ മാർച്ച് 14, 2018 അറ്റ് ദ ഏജ് ഓഫ് 76. മനസ്സിലായല്ലോ? പിന്നെ നിങ്ങൾ ചില പോയിൻറ്റ്സ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതാം. അറിയാവുന്നത് മാത്രം, തെറ്റായിട്ട് കൊടുക്കരുത് ഒരു ഇൻഫോർമേഷനും. നിങ്ങൾക്ക് അത്രയും അയാളെക്കുറിച്ച് തറോ ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാം, അഡീഷണൽ പോയിൻറ്റ്സ് കൂട്ടിച്ചേർക്കാം. ഓക്കെ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, comments on the bravery shown by the crew of the bond as the Titanic sank. അതായത് ടൈറ്റാനിക് മുങ്ങുന്ന സമയത്ത് അതിലെ ധീരരായ പ്രവർത്തികൾ, അതായത് ഒരു ഹീറോയിസം കാണിച്ച ഒരുപാട് അവരുടെ ക്രൂസ്, അതായത് അതിൻ്റെ ജോലിക്കാർ ചെയ്ത ഹീറോയിക് ഡീഡ്സിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നോക്കാം. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ആ ടൈറ്റാനിക് ഷിപ്പ് മുങ്ങുന്ന അവസരം കാരണം ഇവൻ ദാറ്റ് മിഡ് നൈറ്റ്, അതായത് ഒരു 11:30 സമയത്ത് പോലും
അവർ സ്വന്തം ജീവിതം അല്ലെങ്കിൽ ജീവൻ മറന്നുകൊണ്ടാണ് മറ്റുള്ളവരെ രക്ഷിച്ചത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിനൊക്കെ നേതൃത്വം നയിച്ചിരുന്ന ആരായിരുന്നു? ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. ക്യാപ്റ്റൻ സ്മിത്ത് ഡിഡ് നോട്ട് ട്രൈ ടു സേവ് ഹിസ് ഓൺ ലൈഫ് ഈവൻ ദോ ദ ഷിപ്പ് സ്റ്റാർട്ടഡ് ടു സിങ്കിങ്. അപ്പോൾ മുങ്ങാൻ പോകുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ജീവിതം രക്ഷിക്കാൻ ശ്രമിച്ചില്ല. ഹി വോണ്ടഡ് ദ ക്രൂ ടു ബ്രിട്ടീഷ്. അവർ പറയുന്നത് ബ്രിട്ടീഷുകാരനാണെന്ന് മറ്റുള്ളവരോട് തെളിയിക്കണം. ആൻഡ് ഹി കമൻറ്റഡ് ദം ടു സേവ് ദ വിമൺ ആൻഡ് ചിൽഡ്രൻ ഫസ്റ്റ്. പിന്നെ കൂടാതെ അവരോട് കമൻറ്റ് ചെയ്ത കുട്ടികളെയും അതുപോലെ സ്ത്രീകളെയും ആദ്യം രക്ഷിക്കാനാണ്. ദി ക്യാപ്റ്റൻ ആൻഡ് ദി ക്രൂ ഫേസ്ഡ് ഡെത്ത് ബ്രേവിലി. വളരെ ധീരതയോട് കൂടിയാണ് അവർ മരണത്തെ സ്വീകരിച്ചത്. ദ മ്യൂസിക് ബാൻഡ് കണ്ടിന്യൂഡ് ടു പ്ലേ ദ പ്രയർ. കാരണം അത് ആ സമയവും ഈവൻ ദ ടൈം ഓഫ് ഡെത്ത്, മരണത്തെ മുന്നിൽ കണ്ട സമയത്തും അവർ ബാൻഡ്, ആ മ്യൂസിക് സംഘം അവരുടെ ബാൻഡ് പ്ലേ ചെയ്തുകൊണ്ടേയിരുന്നു. എന്തായിരുന്നു അവർ പാടിയിരുന്നത്? നിയറർ ടു ദി മൈ ഗോഡ്, ഓ മൈ ഗോഡ് വി ആർ കമ്മിങ് ടു യു എന്ന് പറഞ്ഞായിരുന്നു. ആസ് ദേ ആർ ഗോയിങ് ഡൗൺ വിത്ത് ദ ഷിപ്പ്, ദിസ് ബ്രേവറി ആൻഡ് കറേജ് വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ. The captain and the crew had shown with a courage, such a courage and nobility during the great tragedy. ആ ഗ്രേറ്റ് ട്രാജഡിയിൽ കാണിച്ച നോബിലിറ്റി, അതുപോലെ തന്നെ ആ ഒരു ധൈര്യം കാരണമാണ് സിങ്കിങ് ഓഫ് ടൈറ്റാനിക് വിൽ ബി റിമെമ്പേർഡ്. ഇന്നും നമ്മൾ ടൈറ്റാനിക് മുങ്ങിയ ആ ഒരു കപ്പലിനെ കുറിച്ചും അതുപോലെ തന്നെ ആ ഒരു ട്രാജഡിയെക്കുറിച്ചും ഓർക്കുന്നത്. കാരണം എന്താണ്? ഇതുപോലത്തെ ഒരു ഹീറോയിക് ഡീഡ് ഇതുവരെ ആരും ചെയ്തതായിട്ട് ഓർക്കുന്നില്ല. In 16th question, an online debate on the topic digital classes are superior to regular education is being organized for your class. Write 4 arguments either favoring or opposing the ideas. കാരണം വളരെ ലക്കി ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഡിജിറ്റൽ ക്ലാസ്സസ് ആർ സുപ്പീരിയർ ടു റെഗുലർ എഡ്യൂക്കേഷൻ. സാധാരണ എഡ്യൂക്കേഷനേക്കാൾ ഏറ്റവും ബെറ്റർ ഡിജിറ്റൽ ക്ലാസ്സസ്, അതായത് ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സസ് ആണെന്ന് പറയുന്നുണ്ട്. അതാണ് ടോപ്പിക്ക്. അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്താനാണ് 4 ആർഗ്യുമെൻ്റ് എഴുതി വയ്ക്കാം. ഒന്നെങ്കിൽ അതിന് ഫേവറായിട്ട് കൊടുക്കാം, അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് യെസ് എന്ന് പറയാം. അതല്ലെങ്കിൽ അതല്ല, നമുക്ക് റെഗുലർ ക്ലാസ് ആണ് ബെറ്റർ എന്നുള്ള നിലക്കും കൊടുക്കാം, ഒപ്പോസ് ചെയ്തിട്ട്. ഇങ്ങനെ 2 എണ്ണം ഒരേ ടൈം ചോദിക്കാറില്ല. ഏതെങ്കിലും ഒരു ഫേവറോ ഒന്നുകിൽ ഒപ്പോസോ ചോദിക്കുള്ളൂ. പക്ഷേ യു ആർ ലക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 ആയിട്ട് നമുക്ക് പറയാം. ക്ലാസ്സസ് ഓർഗനൈസ്ഡ് വിത്ത് ദി സപ്പോർട്ട് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി മോർ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് മാനറിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ ഡിജിറ്റൽ ക്ലാസ്സസ് ആർ വെരി ഫസ്റ്റ് ടു വൺസ് ഐസലേ. കാരണം ഒരുപാട് സംഭവങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് ചെയ്യാം. കാരണം ഒരുപാട് ആനിമേഷൻസ് കൊണ്ടുവരാം, ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ പറ്റാവുന്നതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റൽ ക്ലാസ്സുകളിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇറ്റ് ഈസ് വെരി അപ്പീലിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടെടുക്കാം. നോളേജ് ആൻഡ് ഇൻഫോർമേഷൻ ആർ അവർ ഫിംഗർ ടിപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫിംഗർ ടിപ്പിലാവുന്നതുകൊണ്ട് നമുക്ക് ഏത് ടൈമിൽ എന്ത് നോളേജ് വേണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിന്ന് കിട്ടാൻ സാധിക്കും. പക്ഷേ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് പറഞ്ഞ എന്താണ്, ഡിജിറ്റൽ ക്ലാസ് ആർ മോണോട്ടണസ് ആണ്. കാരണം അതൊരു ഏകാധിപതയാണ്. കാരണം അവിടെ ടീച്ചർ മാത്രം ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നവർ മാത്രം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുക, ബാക്കിയുള്ളവർ വെറുതെ കുത്തിയായിട്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. പിന്നെ ഇറ്റ് ഹാസ് ലിമിറ്റേഷൻസ് അല്ലേ, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഇൻ്ററാക്റ്റീവ് സെഷനിലുള്ള ലിമിറ്റേഷൻ. അതായത് പരസ്പരം ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ നമുക്കതിന് പറ്റില്ല, ലൈവ് ആക്കാൻ പറ്റില്ല. പിന്നെ റിയൽ ടൈം ക്ലാസ് റൂം റീച്ച് ടു ഈച്ച് ആൻഡ് എവരി വൺ റെസ്പെക്റ്റീവ്. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് കൊണ്ടുപോകാൻ ഏത് പറ്റും? നമുക്കിതാ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ചിട്ടൊക്കെ ക്ലാസ് എടുക്കാൻ നമുക്ക് പറ്റും. അതുപോലെ റെഗുലർ എഡ്യൂക്കേഷൻ ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ പ്രോബ്ലംസ് ഇൻ ചിൽഡ്രൻ ആൻഡ് ഫൈൻഡ് സൊല്യൂഷൻ ഇൻ സയൻറ്റിഫിക് വേ. പിന്നെ ഈ റെഗുലർ ക്ലാസ് ആകുമ്പോൾ കുട്ടികളുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി ഓരോരുത്തർക്കും ആവശ്യമുള്ള ക്ലിയറൻസ് കൊടുക്കാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ രണ്ടിൻ്റെയും ഓപ്പോസിറ്റും അതുപോലെ തന്നെ എഗെയിൻ ഇവിടെ സപ്പോർട്ടീവായിട്ടുള്ള പോയിൻറ്റ്സ് എന്നിട്ട് 4 പോയിൻറ്റ്സ് എഴുതി വെച്ചാൽ മതി. ഇനി ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇമാജിൻ യു ആർ എ ലേഡി റിപ്പോർട്ടർ allowed to report the ritual of women ഓൺ ഐലൻഡ് ഓഫ് കണ്ടാവ്. അപ്പോൾ ലൈവ് ടി വി റിപ്പോർട്ട് ചെയ്താണ് സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവ് എന്നുള്ള ചാപ്റ്ററിൽ ആ റിപ്പോർട്ട് ഒരു ലേഡി റിപ്പോർട്ടാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ലൈവ് റിപ്പോർട്ട് എഴുതണം, ലൈവ് ടി വി റിപ്പോർട്ട് എഴുതണം. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ഇതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഐ ആം ജോനോ ഫ്രം സ്റ്റാർ ടി വി. എവിടെ നിന്നാണോ നമ്മൾ വരുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞു നോക്കുക, എവിടെയാണ് നിൽക്കുന്നത് നോക്കണം. സ്റ്റാൻഡിങ് അറ്റ് കണ്ടാവ് ഇൻ നമുവാന വിത്ത് ക്യാമറാമാൻ അജിത് സാം. ഇത് ലാസ്റ്റ് പറഞ്ഞാലും കുഴപ്പമില്ല, ആദ്യം പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ലെറ്റ് മീ ഫെമിലിയറൈസ്, പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. യു വിത്ത് ദി ഏരിയ, നമുവാനെ കുറിച്ച് പറയാം. അസ് യു ക്യാൻ, ഇതെപ്പോഴും നമ്മൾ പറയേണ്ടത് സിമ്പിൾ പ്രസൻറ്റിലോ അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസിലോ. അസ് യു ക്യാൻ സീ എന്നൊക്കെ പറയും, നിങ്ങൾക്ക് കാണുന്നത് പോലെ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ആൻഡ് ക്വൈറ്റ് വില്ലേജ്
വിത്ത് എ റോക്കി ക്ലിഫ് ഓൺ ദി ബീച്ച് അല്ലേ. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്ഥലത്തെക്കുറിച്ച് വിവരിക്കാൻ പറ്റും. ആൻഡ് നൗ ഗാദർ, ഒരുപാട് പീപ്പിൾ നൗ ഗാദേർഡ് ഹിയർ ചെയ്തിട്ടുണ്ട്. ദേ ആർ ഓൾ ഗെറ്റിംഗ് റെഡി ഫോർ ദ ടേർട്ടിൽ കോൾ. അവരൊക്കെ എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്, ടേർട്ടിൽ കോളിങ്ങിന് വേണ്ടിയിട്ടാണ്. ആ ഒരു വിച്ച് ഈസ് എ ഫേമസ് റിച്വൽ ഹിയർ, അവിടുത്തെ ഒരു ഫേമസ് റിച്വലാണ് ടേർട്ടിൽ കോളിംഗ്. ഹിയർ ദ വിമൺ ചാൻഡ് എ പെർട്ടിക്കുലർ സ്പെഷ്യൽ ട്യൂൺ ടു കോൾ ദ ടേർട്ടിൽ. കാരണം അവിടുത്തെ സ്ത്രീകൾ പ്രത്യേക പാട്ട് പാടിയിട്ട് ആമകളെ കരയിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു സമ്പ്രദായം. അതിൻ്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട് കണക്റ്റഡ് ടു ദ ലെജൻഡ്. ആ സ്റ്റോറി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ ബ്യൂട്ടിഫുൾ പ്രിൻസ് നിക്കോ ബോഗയുടെയും അതുപോലെ തന്നെ റോഡാലിസിൻ്റെയും ആ സ്റ്റോറി. അത് നമുക്ക് വളരെ എന്തായാലും വളരെ ഇതോടുകൂടി തന്നെ എഴുതി വെക്കണം. ഫിഷർമാന് അവരെ തട്ടിക്കൊണ്ടുപോയതും കൂടാതെ ഇന്നും ആ 2 ജയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ വെള്ളത്തിൽ ജീവിക്കുന്നുണ്ട്. ആസ് ദ ആൻറ്റീസിഡിൻ്റെ ഒക്കെ ദി 2 വിമൺ അല്ലേ, അവരുടെ പൂർവികരാണെന്ന ധാരണയോട് കൂടിയാണ് ഇവരവരെ വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ സ്ലിപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. ലാസ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം, പിന്നെ ഇറ്റ് ഈസ് ട്രൂ യു വിൽ സീ, നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ലെറ്റ് us see എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലൈവ് TV റിപ്പോർട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ മാഗിയുടെ സ്റ്റോറി, 8ാമത്തെ മാഗി ഈസ് ദ സ്റ്റോറി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് സേസ് ടു മിസ്റ്റർ ഗുപ്ത ഐ വോണ്ട് വർക്ക് ദാറ്റ് വിൽ മേക്ക് മൈ യൂസ്ഡ്. ബ്രെയിൻ വർക്ക് ചെയ്യാനാണ് മാഗിക്ക് ഇഷ്ടം എന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നിങ്ങളോടാണ് ചോദിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് ജോലി ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം, ഹൗ വിൽ യു അച്ചീവ് ഇറ്റ്, അതെങ്ങനെയാണ് നിങ്ങൾ നേടിയെടുക്കുക, അതിനെ പറ്റിയൊരു പാരഗ്രാഫ് എഴുതാൻ. അപ്പോൾ നമുക്കറിയാം, ഇൻ ദ സ്റ്റോറി മാഗി ഈസ് വർക്കിംഗ് സിവിൽ സർവീസ് സ്റ്റോർ ബട്ട് ഷീ ഡിഡ് നോട്ട് ലൈക്ക് ദാറ്റ് ജോബ്. ഷീ വാണ്ടഡ് ജോബ് ഇൻവോൾവ്ഡ് ഹെർ ബ്രെയിൻ. അപ്പോൾ അതുപോലെ തന്നെ ഐ ടു വിഷ് ടു അച്ചീവ് എ ജോബ് റിക്വയർ ഇൻ്റലിജൻറ്റ്, ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്നൊരു ജോലിയാണ് എനിക്കിഷ്ടം എന്ന് പറയാം. ദെർഫോർ മൈ ആംബിഷൻ ഈസ് ടു ബിക്കം എ പോലീസ് ഓഫീസർ ഇൻ ദ ക്രൈം ബ്രാഞ്ചിൽ. പോലീസ് ഓഫീസർക്ക് നല്ല ബുദ്ധി വേണമല്ലോ അല്ലേ. വർ ഐ ക്യാൻ യൂസ് മൈ ഇൻ്റലിജൻസ്. പിന്നെ ടു സോൾവ് ദ കേസ് ഐ ഗെറ്റ് ഇൻ ഹാൻഡ്. നോ ഇന്നസെൻറ്റ് പീപ്പിൾ ഷുഡ് ഗെറ്റ് ഇൻ ടു ട്രബിൾ. ഐ ഷുഡ് ബി ഏബിൾ ടു help such a problem, such a people who are trapped by certain cruel ones living around us, and I should be able to discharge my duties efficiently to maintain law and order in the society. To achieve my dream, ഞാൻ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്, ഡ്രീം അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യുക എന്നുള്ളത്. ഐ നീഡ് ടു വർക്ക് ഹാർഡ്, ഐ ഷുഡ് ബി കോൺഫിഡൻറ്റ് ആൻഡ് ഡിറ്റർമൈൻഡ് ടു അച്ചീവ് ഇറ്റ്. നമുക്കറിയാവുന്നതാണ്, ഹാർഡ് വർക്ക് ചെയ്യാതെ ഒന്നും നടക്കില്ല എന്നുള്ളത്. I should study well, and after my higher education I will write civil service examination to get in the service as an IPS officer to fulfill my dream. I am confident that one day I will achieve my goal. അപ്പോൾ അതിൻ്റെ ആൻസർ ആയി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പാസേജ് given below contains a few errors. എഡിറ്റ് ചെയ്യാനുള്ളതാണ്. നമ്മളെ സൈബർ സ്പേസ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളതാണത്. ഇൻ ദ എൻഡ് അവർ സൊസൈറ്റി നീഡ് എന്നുള്ളതാണ് തെറ്റ്. അതെന്തായിരിക്കണം, നീഡ്സ് ആക്കണം. കാരണം സൊസൈറ്റി എന്നുള്ള സിംഗുലർ ഫോമിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നീഡ് എന്നുള്ള സിംഗുലർ ഫോം ഉപയോഗിക്കണം. ആൻഡ് ഇറ്റ് ഗ്രോവിങ് അപ്പ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദർ ഈസ് ആണ് നോ പെർഫെക്റ്റ് ആൻസേഴ്സ് എന്നുള്ള പ്ലൂരലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ദർ ഈസ് എന്നുള്ളത് മാറ്റിയിട്ട് ദർ ആർ എന്നാക്കി കൊടുക്കുക. ഓക്കെ, പിന്നെ വി ഹാവിൻറ്റ് ക്രിയേറ്റഡ് എ പെർഫെക്റ്റ് സൊസൈറ്റി ഓഫ് എർത്ത് അല്ല ഓൺ എർത്താണ് കേട്ടോ, ഭൂമിയുടെ മേലെ. ആൻഡ് വോണ്ട് ഹാസ് അല്ല വേണ്ടത്, ഹാവ് ആണ്. നേരത്തെ നമ്മൾ പ്ലൂരലാണല്ലോ ഉപയോഗിച്ചത്, അപ്പോൾ വീണ്ടും നമ്മൾ പ്ലൂരൽ ഉപയോഗിക്കുക, ഇൻ ഐദർ. മനസ്സിലായല്ലോ. ഇനി 20th question, then he completely forgot that he had not always been able to fly and commenced to dive and soar, singing shrilly. The young seagull goes through a wide range of emotions and feelings before and after his first flight. The young seagullൻ്റെ ആദ്യത്തെ പറക്കലിന് മുമ്പും ശേഷവും ഒരുപാട് ഫീലിങ്സും ഇമോഷൻസും അനുഭവിച്ചിട്ടുണ്ട്. ആ ഫീലിങ്സും ഇമോഷൻസും എന്തൊക്കെയാണെന്നാണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ, ഒരു പാരഗ്രാഫാക്കി എഴുതി വെക്കണം. വേരിയസ് ഫീലിങ്സ് ദാറ്റ് ഹി എക്സ്പീരിയൻസ്ഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി ഫസ്റ്റ് ഫ്ലൈറ്റ്. ഒരു വെഞ്ചറിലേക്ക് അല്ലെങ്കിൽ ഒരു ഉദ്യമത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കുണ്ടാകുന്ന ടെൻഷൻസും ഫീലിങ്ങും എങ്ങനെയാണ്, അത് സക്സസ് ആയി തീർന്നാൽ എങ്ങനെയായിരിക്കാം നമ്മുടെ ഫീലിംഗ് എന്നുള്ളതാണ്. അപ്പോൾ 2 പാരഗ്രാഫാക്കിയിട്ട് എഴുതുക. ബിഫോർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ദ യങ് സീഗൾ വാസ് അഫ്രൈഡ് ഓഫ് ഫ്ലൈങ്. അറിയാലോ നിങ്ങൾക്ക്, ബിക്കോസ് ഹി തോട്ട് ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നോട്ട് സപ്പോർട്ട് ഹിം ആൻഡ് ഹി വുഡ് ഡ്രോൺ ദ വാസ്റ്റ് സീ ബിഫോർ ഹിം. ആദ്യം അതിന് കോൺഫിഡൻസ് ഇല്ലായിരുന്നു, കാരണം യങ് സീഗളിൻ്റെ ചിറക് സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസം. കൂടാതെ പിന്നെ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ അതിനെ പേടിപ്പെടുത്തിയിരുന്നു അല്ലേ. പിന്നെ വെൻ ഹിസ് ഫാമിലി ലെഫ്റ്റ് ഹിം അലോൺ ഓൺ ദ ലെഡ്ജ്,
അപ്പോൾ എന്താ സംഭവിച്ചു? ഹി ഫെൽറ്റ് ലോൺലിനെസ് അനുഭവപ്പെട്ടു ആൻഡ് വാസ് ട്രബിൾഡ് വിത്ത് ഹീറ്റ് ആൻഡ് ഹങ്കർ. അങ്ങനെ പേടിയും അതുപോലെ തന്നെ ഭയങ്കര ചൂടും വിശപ്പൊക്കെ ഒപ്പം അനുഭവപ്പെട്ടു. ദോ ഹിസ് ഫാമിലി ട്രൈഡ് ഹാർഡ് ടു മേക്ക് ഹിം ഫ്ലൈ. ഒരുപാട് ശ്രമിച്ചു, പക്ഷേ കാര്യം ഉണ്ടായില്ല. ഹി നെവർ ഷോൺ ദ കറേജ് ടു ഫ്ലൈ. ഹിസ് പാരൻസ് ആൻഡ് സിബ്ലിങ്സ് ട്രൈഡ് ടു ഇൻസ്പയർ ആൻഡ് മോട്ടിവേറ്റ് ഹിം, ബട്ട് ദ യങ് സീഗൽ ലാക്ക്ഡ് ദ കോൺഫിഡൻസ് ടു ഫ്ലൈ. പറക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടായില്ല. പിന്നെ എന്താ സംഭവിച്ചത്? ബട്ട് ആഫ്റ്റർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ദ യങ് സീഗൽ വാസ് നോ മോർ അഫ്രൈഡ് ഓഫ് ഫ്ലൈയിങ്. ആദ്യത്തെ ഒരു അറ്റംപ്റ്റിൽ മാത്രം ചെറുതായിട്ടൊരു പേടിയുണ്ടായി. പിന്നെ യങ് സീഗലിന് ആ ലിമിറ്റേഷൻസൊക്കെ മറന്നു അല്ലേ. പിന്നെ നോ മോർ അഫ്രൈഡ് അതുണ്ടായത്. ഹീ ഫെൽറ്റ് എക്സൈറ്റ്മെൻറ്റ് ഓഫ് നോട്ട് ഓൺലി ഹിംസെൽഫ് ബട്ട് ഓൾസോ ഹിസ് ഫാമിലി. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ദെൻ സീഗൽ കുഡ് നൗ ട്രസ്റ്റ് ഓൺ ഹിസ് വിങ്സ്. ഇപ്പോൾ അവൻ്റെ ചിറകിൽ അവനക്ക് വിശ്വാസം തോന്നുന്നുണ്ട് അവനിലും. അതുപോലെ തന്നെ ഹി ഫെൽറ്റ് കോൺഫിഡൻ്റ് ഉണ്ട്. ആൻഡ് ഹി വുഡ് നോട്ട് ഫോൾ ആൻഡ് ക്യാൻ ഫ്ലൈ നൗ ഈസിലി. വീഴില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം കിട്ടി. പറക്കാനുള്ള ഈസിയായി സാധിക്കുകയും ചെയ്തു. ഹി ഗെയിൻഡ് കറേജ് ആൻഡ് എൻജോയ്ഡ് ദ ആർട്ട് ഓഫ് ഫ്ലൈയിങ്. അങ്ങനെ പറക്കൽ എന്നുള്ള കല അവൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഏതിൽ കൂടെയാണ്? വെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ദ വാട്ടർ ഹി ഫ്ലോട്ടഡ് വിത്തൗട്ട് എനി ഫിയർ ആൻഡ് ഡിഫിക്കൽറ്റി. അങ്ങനെ ഒഴുകി നടക്കുകയായിരുന്നു യാതൊരു പേടിയുമില്ലാതെ. ഹി റിയലൈസ്ഡ് ദാറ്റ് ഹി വുഡ് നോട്ട് സിങ്ക് ഫർദർ. അവന് മുങ്ങില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് അവന് ഉണ്ടായിരുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 21 to 28 ആണ് ആൻസർ. ഇനി 4 questions 70 to 80 വേർഡ്സിൽ എഴുതണം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ഒരു പേജിൽ തന്നെ എഴുതിക്കാം. അതായത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഒരു പേജിൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നോക്കാം. അപ്പോൾ ഇതിൽ 21ാമത്തെ ക്വസ്റ്റ്യൻ. ഗുപ്ത ഓൺ റിട്ടേണിംഗ് ടു ഇന്ത്യ നരേറ്റ്സ് ഹിസ് എക്സ്പീരിയൻസ് ഓഫ് മീറ്റിംഗ് മാഗി ആൻഡ് ഹെർ ഫാമിലി ഇൻ ലണ്ടൻ ടു ഹിസ് ഫ്രണ്ട്സ്. അപ്പം ഗുപ്ത പിന്നെ മാഗിയുടെ ഫാമിലിയെക്കുറിച്ചും അവിടെ ഉണ്ടായ എക്സ്പീരിയൻസിനെ കുറിച്ചും നറേറ്റ് ചെയ്യണം. അതായത് പറഞ്ഞു കൊടുക്കുകയാണ് ഫ്രണ്ട്സിനോട്. റെഡ് ദ നരേഷൻ ഫോർ മിസ്റ്റർ ഗുപ്ത. അപ്പോൾ ഗുപ്തയുടെ നറേഷനാണ് എഴുതേണ്ടത്. അതായത് ഗുപ്ത കഥ പറയുന്നത് നമ്മുടെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ നറേഷൻ. നമുക്ക് ആ റിവ്യൂ മനസ്സിലായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് പറയാൻ പറ്റും. കാരണം ഗുപ്തയുടെ പോയിൻ്റ് ഓഫ് വ്യൂ തന്നെയാണ് നമ്മൾ നറേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഗുപ്ത പറയുന്നത് പോലെ ലാസ്റ്റ് വീക്ക് ഐ വാസ് ഇൻ ലണ്ടൻ വേർ ഐ ഹാഡ് എ ടച്ചിങ് എക്സ്പീരിയൻസ്. കഥ പറയാണ് കേട്ടോ. വൺ ഡേ ഐ മെറ്റ് എ യങ് ടീനേജ് ഇംഗ്ലീഷ് ഗേൾ ഇൻ എ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. ഷീ ലുക്ക്ഡ് പുവർ ആൻഡ് ലോൺലി. പിന്നെ ഹെർ നെയിം വാസ് ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ്, ലവിംഗ്ലി കോൾഡ് മാഗി. പിന്നെ മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഇൻ നോയിങ് ഈച്ച് അതർ മേഡ് us ഫ്രണ്ട്സ്. ഷീ ടുക്ക് മീ ടു ഹെർ ഹോം. ഫ്രാങ്ക്, her brother was soldier in India. They had no news for a long time. Her mother told me about a magical crystal ring sent by her son and wanted him to look at it, know about her son. As I was not superstitious, I refused. I again visited her house when her mother was sick. When their grief requested me to gaze at a crystal ring and console her mother by saying that her brother was alive. Urged by her, I told her mother that he was alive and safely and she recovered. After a few days, I received a postcard from Maggie informing her brother's death. I felt very ashamed to face them and wrote them about my departure. On the day of my departure, Maggie came to see me. She gave me a shilling to buy flowers to place them on the grave of her brother. A shilling was a lot of money for a poor girl like her. I was really moved by her love, sacrifice and the strong bond of relationship between the sister and brother. ഇത് 5 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യനായിട്ട് നമ്മൾ എഴുതുകയാണ്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ 6 മാർക്കിന് എഴുതുമ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി എഴുതി കൊടുക്കണം. അപ്പോൾ അതിനകത്ത് റെസ്റ്റോറൻറ്റിൽ കണ്ടുമുട്ടിയ കാര്യങ്ങളും കൂടാതെ ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നവർക്ക് ആ കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. പിന്നെ അവൾ വയലിൻ പഠിക്കാൻ പോയതും അവളുടെ ജോബിനെക്കുറിച്ചും പിന്നെ അവർ ജീവിക്കുന്ന ചുറ്റുപാടിനെക്കുറിച്ചും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാം. അപ്പോൾ ഒരു 1.5 പേജ് എഴുതിയാൽ മതി 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആകുമ്പോൾ. ഓക്കെ, ഇവിടെ അതിൻ്റെ ഇടയ്ക്കൊക്കെ സോറി ഗൈസ് ഐ ഫോർഗോട്ട് ടെൽ യു ഹർ നെയിം. ഷീ ഈസ് മാഗി. ഷീ വർക്ക്സ് ഇൻ ദ സെയിൽസ് സർവീസ് സ്റ്റോർ. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ കുറച്ച് ലോങ് ആയിട്ട് എഴുതേണ്ട ഒരു ഡീപ്പ് നറേഷൻ ആയിരിക്കണം അവിടെ വരേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡീഡ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്.
ഗുഡ് ഡീഡ്സ് വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ, ജസ്റ്റിഫൈ യുവർ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഏത് ചാപ്റ്ററിനാണ് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഗുഡ് ഡീഡ്സ് വിൽ ബി റിമെമ്പേർഡ് എന്ന് പറയുന്നത് ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന പോയത്തിലെ ലാസ്റ്റ് ലൈനാണ് അല്ലേ. അപ്പോൾ അത് ന്യായീകരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡീഡ്സ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് നമുക്കറിയാം. ഈസ് ഹെവിലി ലൗഡഡ് തോട്ട്. ഗുഡ് ഡീഡ്സ് വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ എന്ന് ഓർക്കുന്നതാണ്. എനിവൺ ക്യാൻ ടോക്ക് അബൌട്ട് എനിത്തിങ് വിച്ച് ഈസ് നോട്ട് എ ബിഗ് ടാസ്ക് അറ്റ് ഓൾ. ഒരാൾക്ക് എന്തും പറയാം, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, അത് വലിയ ജോലിയൊന്നുമല്ല. പക്ഷേ ടോക്കിംഗ് അബൌട്ട് സംതിങ് ഗ്രേറ്റ് വോണ്ട് മേക്ക് വൺ ഗ്രേറ്റ്നെസ് ഡിപ്പെൻഡ് അപ്പോൺ ഡീഡ്സ്. അപ്പോൾ വാക്കിലൊരിക്കലും ഒരാളെ നമ്മൾ ഗ്രേറ്റ് ആക്കാൻ പറ്റില്ല, അവരുടെ പ്രവൃത്തിയാണ് നമ്മൾ അയാളെ അളക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഡു ഗുഡ് തിങ്സ്, നല്ല കാര്യങ്ങൾ ചെയ്യുക. ദിസ് ഈസ് ഓൺലി തിങ് ഹ്യൂമൻ ബീയിങ് ഷുഡ് ഡു. അത് മാത്രമാണ് ജനങ്ങൾ ചെയ്യേണ്ടത്. ടു മേക്ക് ദം ദ വേൾഡ് എ ബെറ്റർ പ്ലേസ്. മനസ്സിലായല്ലോ. ടു ലിവ് ഇൻ, ജീവിക്കാൻ നല്ലൊരു പ്ലേസ് ലോകത്തെ ആക്കി മാറ്റുന്നത് ജനങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ദ എഫക്റ്റ് ഓഫ് ഗുഡ് ഡീഡ്സ് ഇസ് ലോങ് ലാസ്റ്റിംഗ്. വി ആർ ഹ്യൂമൻ ബീയിങ്, മോർ ഓവർ വി ആർ മോർട്ടൽ ടു. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ നശിക്കുന്നവരാണ്, അല്ലെങ്കിൽ മരിച്ചു പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ വി വോണ്ട് ബി ഏബിൾ ടു ടേക്ക് എനിത്തിങ് വിത്ത് അസ്. നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒന്നും കൊണ്ടുപോവില്ല. വി ഡൈ വിത്ത് ഫ്രീ ഹാൻഡ്സ് അല്ലേ. മരിക്കണം എങ്ങനെയാണ്? ഫ്രീ ഹാൻഡ്സോട് കൂടിയാണ്. ഓൾ അവർ അച്ചീവ്മെൻറ്റ്സ് will become useless and worthless when it comes to the icy hands of death. But only one thing remain in this earth. ഇതായിരിക്കും ദിസ് ഫിസിക്കൽ വേൾഡിൽ അവശേഷിക്കുന്ന ഒരേ ഒരു കാര്യം, വിച്ച് സ്പ്രെഡ് ഈസ് ഫ്രാഗ്രൻസ് ഓൾ അവർ ഗ്ലോബ്. ഈ ലോകം മുഴുവനും നമ്മൾ അറിയപ്പെടുന്നതും എന്തായിരിക്കും? ദറ്റ് ഈസ് അവർ ഗുഡ് ഡീഡ്സ്, നമ്മുടെ നല്ല പ്രവൃത്തികളാണ്. ഇറ്റ് ഈസ് എറ്റേണൽ, അതിനൊരിക്കലും മരണമില്ല. അതുപോലെ തന്നെ നോ വൺ ക്യാൻ എവർ ഡിസ്ട്രോയ് ദാറ്റ്, ഒരാളെ നശിപ്പിക്കാനും സാധിക്കില്ല. ഈവൻ ആഫ്റ്റർ ഡിക്കേഡ്സ് ദോസ് ഗുഡ് ഡീഡ്സ് വിൽ റിമെയിൻ ഇൻ ദിസ് സൊസൈറ്റി. അപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും എന്നും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരേ ഒരു സംഭവം നമ്മുടെ ഗുഡ് ഡീഡ്സ് ആണ്. ആൻഡ് പാസ് ഓൺ ഫ്രം വൺ ജനറേഷൻ ടു അതർ. ഇറ്റ് ഹെൽപ്പ് സൊസൈറ്റി ടു ഇൻ എ കൺസ്ട്രക്റ്റീവ് മാനർ ടു ത്രൈവ് ആൻഡ് ഫ്ലറിഷ്. അത് ഇന്നും നമ്മളെ ഓർത്ത് വയ്ക്കും. അതിന് ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ട്. കാരണം PJ അബ്ദുൽ കലാം, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അബ്രഹാം ലിങ്കൺ, അങ്ങനത്തെ ഒരുപാട് അവരൊക്കെ നമ്മൾ ഓർക്കാൻ എന്താ കാരണം? അവരുടെ ഗുഡ് ഡീഡ്സ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് വി ഷുഡ് ഡു ഗുഡ് ഡീഡ്സ് whenever our ലൈഫ് ടൈം. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ. ജെ ക്രോൺ ടേൺസ് ഹോം ആഫ്റ്റർ ഹിസ് വോയേജ് ആണെങ്കിൽ ഹീ ലേറ്റർ മേക്സ് എ കേഡ്സി കോൾ ടു ഹസൻ. അപ്പോൾ ജെ ക്രോണിന് ഹസനെ വിളിക്കുന്ന ഒരു ടെലിഫോണിക് കോൺവെർസേഷനാണ് ആഫ്റ്റർ റിട്ടേണിങ് ഹിസ് വോയേജ്. അറിയാലോ നിങ്ങൾക്ക് ആ സ്റ്റോറീസ് എന്താണ്? ജെ ക്രോണിൻ്റെയും അതുപോലെ തന്നെ ദ സെറാങ് ഓഫ് റാണഗിഞ്ചി ഹസൻ്റെയും ആ സ്റ്റോറി, അവർ തമ്മിലുള്ള കോൺവെർസേഷൻ. അതായത് ടെലിഫോണിക് കോൺവെർസേഷൻ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഹലോ വെച്ചിട്ട് തന്നെ അല്ലേ. ഇറ്റ് ഈസ് മീ ഡോക്ടർ ക്രോണിൻ. ഹസൻ പറയാം, ഹലോ സർ, ഇറ്റ് ഈസ് സോ നൈസ് ടു ഹിയർ ഫ്രം യു അഗെയിൻ. ഈസ് ദർ എനിത്തിങ് അർജൻറ്റ്? എന്തെങ്കിലും അർജൻറ്റ് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്. നോ ഹസൻ, നത്തിങ് അർജൻറ്റ്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടോക്ക് വിത്ത് യു ഫോർ സം ടൈം. കുറച്ച് നേരം സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ യെസ് സർ, ഐ ജസ്റ്റ് തോട്ട് അബൌട്ട് യു. ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചേ ഉള്ളൂ. ബട്ട് വാസ് ബിസി ഇൻ മൈ വർക്ക്സ്. കുറച്ച് തിരക്കായിരുന്നു. നോ ഐ ആം ഫ്രീ, ലെറ്റ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് സംസാരിക്കാം എന്ന് പറയാം. ക്രോണിൻ പറയാം, യാ ഐ നോ ഐ ഹാവ് നെവർ സീൻ സച്ച് എ ഡെലിജൻറ്റ് പേഴ്സൺ ഇൻ മൈ ലൈഫ്. ഐ വാസ് തിങ്കിങ് അബൌട്ട് അവർ pathetic condition on Ranaganji and wanted to thank you for all your great help. Without you, it would have been impossible for me to overcome such a terrifying situation. അപ്പോൾ ഹസനോട് നന്ദി പറയാണ്. കാരണം ഹസൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇതുപോലൊരു ടെറിഫൈങ് സിറ്റുവേഷൻ, ഭീതിജനകമായിട്ടുള്ളൊരു അവസ്ഥ മറികടക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഓ സർ, അപ്പോൾ ഹസൻ പറയാം, ദർ ഈസ് നോ നീഡ് ഓഫ് താങ്കിങ് മീ, ഇറ്റ് ഈസ് മൈ ജോബ് ടു ഹെൽപ്പ് പീപ്പിൾ ഇൻ ദ ഡെക്ക്. ഇത് കപ്പലിലുള്ള ജനങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ജോബ്. ഐ ജസ്റ്റ് ഡിഡ് മൈ ജോബ്. ഞാൻ എൻ്റെ ജോലി ചെയ്തു എന്നേ ഉള്ളൂ. ക്രോണിൻ പറ, ഐ ന്യൂ ദാറ്റ് യു വെൽ സേ ദിസ്. അങ്ങനെ തന്നെ നീ പറയാമെന്ന് എനിക്കറിയാം. യു ഓട്ട് ടു ഹാവ് കെയർഡ് ഫോർ യുവർ ഹെൽത്ത് ലൈക്ക് എ ബിറ്റ്. എന്തായാലും നീ ആരോഗ്യം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാണ്. വൈൽ ഡൂയിങ് ഓൾ ദോസ് ജോബ്സ് എനിവേ ഐ ആം ഗോയിങ് ടു ഗെറ്റ് യു എ സാലറി ഹൈക്ക്. അപ്പോൾ ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവനെക്കുറിച്ച് എനിക്ക് പേടിയില്ല. ഐ ഹാവ് ലിവ്ഡ് മൈ ഹോൾ ലൈഫ് ഇൻ ദ ഓഷ്യൻ ടു ഹെൽപ്പ് അതേഴ്സ് ആൻഡ് ദറ്റ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഇൻ മൈ ലൈഫ്. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മണി. അറിയാലോ, മേക്കിംഗ് മണി, പൈസ ഉണ്ടാക്കുന്നതിൽ യാതൊരു താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഹസൻ. അപ്പോൾ ക്രോൺ, ഓ മാൻ ഐ കാൺ അണ്ടർസ്റ്റാൻഡ് യു ഹസൻ. മനസ്സിലാവുന്നില്ല, ഹസനെക്കുറിച്ച് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹൗ ക്യാൻ സം വൺ ദിസ് ഗുഡ്? എനിവേ നൈസ് ടോക്കിംഗ്.
യു ബൈ സർ, നൈസ് ടോക്കിംഗ് ടു യു ടു. അങ്ങനെ ടെലിഫോണിക് കോൺവെർസേഷനോടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ. ആസ് വി സ്റ്റുഡ് ടുഗെദർ ഐ സോ ദ സെറാൻ cheeks were wet with tears. What traits of Hassan's highlighted in this line? Attempt a character sketch of Hassan. ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എപ്പോഴും പറയുന്നതാണ്. ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച്. ഹസൻ വാസ് ദ സെറാങ്, the Asian head of Lascar crew of the ship Ranaganji which was sailing from എവിടെ നിന്നായിരുന്നു പോയിരുന്നത്, ലിവർപൂൾ ടു ഇന്ത്യ അല്ലേ. ഹി വാസ് എ സ്കോട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഹസനെ കുറിച്ച് പരിചയപ്പെടുത്തി. ഇനി അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ് പറയേണ്ടത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ട്രെയ്റ്റ് പറയണം. കൂടാതെ അദ്ദേഹം ആ ഒരു ക്രൂഷ്യൽ ടൈമിൽ പെരുമാറിയിരിക്കുന്ന, ഓവർകം ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ലൈഫിനെ കുറിച്ച് പറയണം. അദ്ദേഹത്തിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയണം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും അംബീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറയണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത്. കാരണം ഇതിൻ്റെ ലാസ്റ്റ് ലൈനിനെ നമുക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് അവിടെ പറയുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.